കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ LDF-ൽ നിന്നും നേരത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബാലൻ മാസ്റ്ററാണ് ഇപ്പോൾ മേപ്പയൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ വൈറലായിരുന്നു, അല്ലെങ്കിൽ വലിയ ചർച്ചയായതാണ് ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു, പിന്നീട് മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മത്സരിച്ചു. അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ബാലൻ മാസ്റ്ററുടേത്. പക്ഷേ നേരത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. എങ്ങനെയാണ് ഈ പോരാട്ടം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കേരള സർക്കാരിൻ്റെ നയസമീപനങ്ങളും. അതോടൊപ്പം തന്നെ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നയം മൂലം വികസന പ്രവർത്തന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയൊരു കാലമാണ്. ആ കാലത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാവുന്ന ഒരു ഫലം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ജില്ലാ സെക്രട്ടറിയായി ആ ഒരു പരിചയം ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഫലം. ഈ മേപ്പയൂർ ഡിവിഷൻ എൻ്റെ ജന്മപ്രദേശം കൂടിയാണ്. അതുമാത്രമല്ല, ജില്ലയിലെ ഒരു 3 വർഷക്കാലം ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ ജില്ലയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചൊരു അനുഭവമുണ്ട്. ആ അനുഭവം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും ഗുണപരമായി ഭവിക്കുന്നതാണ് പ്രതീക്ഷ. LDF-ന്റെ വികസനങ്ങൾ, ഈ സംസ്ഥാന സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ ജനകീയ പ്രവർത്തനം, അതൊക്കെ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച അത് തന്നെയാണ്. ഇത് പ്രാദേശിക ഭരണകൂടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ജനങ്ങളും ചർച്ച ചെയ്യുക ആ വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സേവന രംഗത്തുള്ള നയങ്ങൾ കൊണ്ട് കിട്ടിയ ഗുണഫലങ്ങളും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വോട്ടർമാർ ചർച്ച ചെയ്യുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, തീർച്ചയായും. ഏതായാലും വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ബാലൻ മാസ്റ്റർ. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.